ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്കൊരു മോർണിംഗ് ഷിഫ്റ്റാണ് കേട്ടോ ഉള്ളത്. ഷുക്കൂറിൻ്റെ 3 മന്ത് ലൈസൻസ് സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞു. 3 മാസം മുമ്പ് ലൈസൻസിൻ്റെ സസ്പെൻഷൻ ലെറ്റർ അടിച്ചു കിട്ടുമ്പോൾ ഈ ഒരു 3 മാസം ഞങ്ങൾ എങ്ങനെ തള്ളി നീക്കും എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മുൻപിൽ നിൽക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അത് നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു. ഫൈനലി അതിൻ്റെ ഒരു എൻഡെത്തിയതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഞാനിവിടെ എങ്ങനെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റുന്നൊരു ദിവസമാണിന്ന്. ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എൻ്റെ ബസ് സ്റ്റേഷൻ ഉള്ളത്. പണ്ട് മുതലേ ബസ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ, ബസ് ഷെഡ് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും ലക്കില്ല. ജസ്റ്റ് ബസ്സിൻ്റെ ഒരു സ്റ്റോപ്പ് സൈൻ ഉള്ള സ്ഥലത്ത് മാത്രമാണ് എപ്പോഴും എനിക്ക് ബസ് കയറാനുള്ളൊരു സാധ്യത എപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ്സിൽ ഉപയോഗിക്കുന്ന കാർഡ്. ഇതുപോലെ ഡോറിൽ തന്നെ ഈ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള മെഷീനെല്ലാം ഉണ്ട്. 3 മാസത്തിന് ശേഷം ആദ്യമായിട്ട് ഉള്ള യാത്രയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ വ്ളോഗിലുണ്ടാകുന്നത്. ഞാൻ പ്രധാനമായിട്ടും മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് ഷിഫ്റ്റുകളൊക്കെയാണ് ചെയ്യാറ്. മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പൊതുവേ ഇങ്ങനെ പോകാറ്. ഇന്ന് ഈ പഴയ വഴിക്കൂടെ വീണ്ടും ബസ്സിൽ യാത്ര ചെയ്ത് ഇതിലൂടെ നടന്നു പോകുമ്പോൾ ആണ് ഈ സമയങ്ങളൊക്കെ ഞാൻ കുറേ മിസ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. സസ്പെൻഷൻ പീരീഡിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനായിരുന്നു ഷുക്കൂറിനെ ഓഫീസിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മുമ്പത്തെ പോലെയല്ല ഒരുപാട് സമയം സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ സമയം കിട്ടുമായിരുന്നു. ബസ്സിൽ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഷിഫ്റ്റിന് ഒരു 2-2.5 മണിക്കൂർ മുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരാറുണ്ട്. എന്നാൽ കാറിലാണെങ്കിൽ എനിക്ക് 5-10 മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ മതി ഡ്യൂട്ടിക്ക്. പക്ഷേ ബസ്സിൽ വരുന്ന ഈ 2 മണിക്കൂർ എനിക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നാറില്ല. ഇന്നൊരു വിൻഡി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ ഈ മൊമെൻ്റൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുമല്ല, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പുതിയ പൂക്കളും പുതിയ വീടുകളിലെ മാറ്റങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ. അങ്ങനെ പതിവ് പോലെ ഞാനൊരു 3/4 മണിക്കൂർ മുമ്പ് വർക്ക് പ്ലേസിലെത്തി. ഞാനിപ്പോൾ കോണി കയറി പോകുന്നത് സ്റ്റാഫ് റൂമിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വിൻഡോയിലൂടെയുള്ള വ്യൂ ആണ്. ആ ദൂരെ കാണുന്ന ക്ലോക്ക് ടവറാണ് ഈ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്. ഒരുപാട് ഗാർഡനുകളുള്ള ഈ റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് സ്റ്റാഫ് റൂം ഉള്ളത്. പൊതുവേ ഞാൻ ഈ സമയത്ത് വരുമ്പോൾ 1-2 പേരെങ്കിലും ഇവിടെ കാണാറുണ്ട്. എത്തിയാൽ ഉടനെ ഒരു കോഫി അല്ലെങ്കിൽ ടീ ഞാൻ കുടിക്കാറുണ്ട്. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഇന്ന് മടിയാണ്. എൻ്റെ ഭാഗ്യത്തിന് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. നമ്മുടെ പണ്ടത്തെ വീട്ടിലൊക്കെ കോണിപ്പടി കയറുമ്പോൾ സൗണ്ട് കേൾക്കില്ലേ, അതുപോലെ ഈ സ്റ്റാഫ് റൂമിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ നമുക്ക് ആ കോണിപ്പടിയിലെ ഒരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോഴും ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷുക്കൂറിൻ്റെ ഒരു കോൾ വരുന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആളുടെ ഒരു ഫ്രണ്ടിനെ ഹെൽപ്പിന് വിളിച്ചു. പക്ഷേ പുള്ളിയും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഷുക്കൂർ ഇന്ന് ട്രെയിനിനാണ് പോകുന്നതെന്നും പിന്നെ അവൻ്റെ ഫ്രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടി വരാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ ബസ്സിന് വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല തണുപ്പ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ബാൽക്കണിയിൽ വന്നിരിക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് ബോഡി അങ്ങ് സെറ്റാവും. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഞാനിങ്ങനെ പുറത്ത് വന്നിരിക്കാറില്ല. ഈ സമയം കൊണ്ട് തന്നെ സ്റ്റാഫ് റൂമിൽ വേറെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നില്ല. കാരണം ഈ കാറ്റ് ആർക്കും സഹിക്കാൻ പറ്റുന്നൊരു കാറ്റല്ല. ഇന്ന് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ് ഈ ഗ്രീൻ ഒലീവ്സും പിന്നെ ഞങ്ങളുടെ ഫെസിലിറ്റിയിലെ പുതിയ ഗസ്റ്റായിട്ടുള്ള ഈ കുഞ്ഞു തത്തമ്മയും. ഞാൻ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ മഴയായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനൊരു കുട്ടീനെ കണ്ടപ്പോഴാണ് പറഞ്ഞ് ബസ്സിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ വെള്ളക്കെട്ട് താണ്ടിയിട്ട് വേണം പോകാൻ.
സോ എൻ്റെ കയ്യിൽ ജംബൂട്ടൊന്നുമില്ല, ജസ്റ്റ് ഷൂസ് ഉള്ളു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൂരാന്ന്. എനിക്കറിയില്ല, ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ദൂരാണ് അവസ്ഥ. തെറ്റി വീടില്ല, അധികം താഴ്ചയൊന്നും ഇല്ല, എന്നാലും തണുപ്പ് രക്ഷയില്ല. പിന്നെ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എൻജോയ് ചെയ്തു. പക്ഷെ കാല് നല്ല മരവിച്ചിരിക്കുകയാണ്, ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. കുറച്ചും അധികം നടക്കുമ്പോഴത്തേക്കും കാല് ഡ്രൈ ആവും, എന്നിട്ട് ഷൂസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഒരു 10-15 മിനിറ്റ് ഇരുന്നാലാണ് ഇനി വീട്ടിലേക്ക് ബസ് കിട്ടത്തുള്ളൂ. പക്ഷെ സീനൊന്നുമില്ല, ആ ബസ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തുന്നതുകൊണ്ട് അധികം നടക്കാനൊന്നുമില്ല. മാടമ്പിള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പഴയ ഫർണിച്ചേഴ്സൊക്കെ വെച്ച് എനിക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞ് സെറ്റപ്പ് ഷുക്കൂർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് എന്തെങ്കിലും എഴുതോ പിടിക്കുകയോ അല്ലെങ്കിൽ പടം വരയ്ക്കുകയോ അങ്ങനത്തെ എല്ലാ സ്വഭാവങ്ങളിപ്പോൾ ഉണ്ട്. 3-4 കൊല്ലമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ഹാഫ് മുറിയിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒട്ടും വൃത്തിയില്ലാത്ത പെയിൻഗസ്റ്റ് ആയിട്ടുള്ള സ്പേസിലും അങ്ങനെയൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് ഇതുപോലൊരു കുഞ്ഞ് ടേബിളും അതുപോലെ ബുക്കും പേനയും എല്ലാം വയ്ക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ റെഡിയാവുന്നത് എനിക്ക് ജിമ്മിലും പിന്നെ ഗ്രോസറി പർച്ചേസ് ചെയ്യാനൊക്കെ പോകാനുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്. ശരിക്കും ഈ സമയത്ത് വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ TV കാണാനോ ഫോൺ കാണാനൊക്കെയാണ് നമുക്ക് പൊതുവേ തോന്നാറ്. പക്ഷേ ഞാൻ ഇപ്പോൾ കിട്ടുന്ന ടൈമിൽ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പാവും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടിയാവും. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയൊരു ലഘു ഭക്ഷണം കഴിച്ചു. വാങ്ങിയ സാധനങ്ങളൊക്കെ പൊക്കി പിടിച്ച് കുറച്ച് നടന്നിട്ട് വേണം വീട്ടിലെത്താൻ. അതുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫുഡ് കഴിച്ചത്. വരുന്ന വഴിക്ക് സാധനങ്ങൾ പാക്ക് ചെയ്ത ബാഗ് പൊട്ടിപ്പോയായിരുന്നു. പിന്നെ ഒരു കണക്കിനാണ് ഞാൻ വീട്ടിലെത്തിയത്. ഷൈസനും വൈഫും വരുന്നുണ്ട്. ഞാനിന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും അവർ വരുമ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഞാൻ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്. ഇതിനു മുമ്പ് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയപ്പോൾ അവർ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എനിക്കെപ്പോഴും അബദ്ധം പറ്റിയിട്ടാണ് എൻ്റെ ഫുഡ് അറിയാതെയൊക്കെ നന്നായി പോകുന്നത്. പൊതുവേ അത്ര ടേസ്റ്റുള്ള ഫുഡൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ വൈകിട്ടായി. ഷുക്കൂറും ഷൈസനും വൈഫും എല്ലാവരും വന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മിൻറ്റ് ലൈമും വൈറ്റ് പാസ്തയൊക്കെ ഉണ്ടാക്കി. ഷൈസന് ഇവിടെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഷുക്കൂറിൻ്റെ കൂടെ ഗെയിം കളിക്കാനാണ്. വന്ന ഉടനെ തന്നെ അവർ ഗെയിമിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അവിടെ PS5 കളിച്ചു തുടങ്ങി. ആൻസിമോള് കുറേ നാൾ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവൾ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ തവണ ചെയ്ത പോലെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അതിനുള്ള മൂഡിലില്ലായിരുന്നു. പിന്നെയും എനിക്കായിരുന്നു മൂഡുണ്ടായിരുന്നത്. ആൻസി ടയേർഡായിരുന്നു. ഇവരുടെ വർക്കൊക്കെ കഴിഞ്ഞവർ ഒരുപാട് ലേറ്റായിട്ട് ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കാറ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എൻ്റെ വൈറ്റ് പാസ്ത അത്ര സക്സസ് ആയില്ല. അതുകൊണ്ട് തന്നെ ഷൈസ മാത്രമാണ് കഴിച്ചത്. ഷുക്കൂറിന് പൊതുവേ വൈറ്റ് പാസ്ത താല്പര്യമില്ല. ഇതുകൂടാതെ ഇവർക്ക് ഞാൻ വേറൊരു സ്വീറ്റ് ഉണ്ടാക്കിയിരുന്നു. അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാൻവാസും പെയിൻറ്റിങ്ങൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി ഇരുന്നെങ്കിലും അങ്ങനെയൊന്നും നടന്നില്ല. ഇവർ രണ്ടുപേരുടെയും ഗെയിം രാത്രി 12 മണി വരെ അങ്ങനെ പോയി. അങ്ങനെ 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കാറ് ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. പുറത്ത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ ബാറ്ററി
റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എനിക്ക് ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ആൻസിമോള് അവളുടെ ഫോണിലെ ലൈറ്റ് ഫ്ലാഷ് ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. വണ്ടി ഓണാവാൻ ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. പിന്നെ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഷൈസന് തന്നെ ശുക്കൂർ തിരിച്ചു കൊടുത്തു വിടാണ്. കാരണം ഇങ്ങനെ വണ്ടി കേടാക്കൽ ശുക്കൂറിനൊരു ഹോബിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ഷൈസൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് കൊടുത്തു വിടുന്ന സീനാണത്. അങ്ങനെ അവർ ബൈ ബൈ പറഞ്ഞു പോയി. അതിനുശേഷം അവർ വന്നപ്പോൾ ഞാൻ വരച്ച പടത്തിൻ്റെ ബാക്കി ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. ഇത് ഞാൻ ഫിനിഷൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കുറച്ച് നേരം കളറൊക്കെ ചെയ്ത് ഞാൻ മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനും ശുക്കൂറും പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ കഥകൾ.